ഞാൻ ഇന്നും ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലും ഇന്ന് പിന്നെ ഞാൻ ചോദ്യം കൂടുതലാണ് എനിക്ക് അങ്ങോട്ട്. ആരെങ്കിലും എന്തെങ്കിലും ക്യാരക്ടർ കൊണ്ടുവന്നാലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും എല്ലാം ഇപ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൂടുതൽ ചോദിക്കും. എന്താണ് സംഭവം, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ സംസാരിക്കുന്നു ഒക്കെ എനിക്ക് അറിയണം. പണ്ടതൊന്നും അറിയില്ലല്ലോ, അവർ പറയുന്നത് നമ്മൾ ചെയ്യുന്നു എന്നാണ്. മോഡേൺ ഡ്രസ് എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇപ്പൊ നമുക്ക് ഗ്ലാമർ റോൾസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള കോൺഫിഡൻസ് വേണം. നമ്മൾ നടക്കുന്ന രീതിയും നമുക്ക് തന്നെ അത് കൺവിൻസിങ് അല്ല, കോൺഷ്യസ് ആണെങ്കിലേ ആൾക്കാർ വിചാരിക്കും അയ്യോ ഇവരെന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോകുന്നെന്ന് പറയും. സോ എനിക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ റിസ്ക് എടുക്കില്ലായിരുന്നു. പിന്നെ എനിക്ക് വന്ന റോൾസും മോസ്റ്റ്ലി ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ആരും എന്നെ അടുത്ത് നിന്ന് ഭയങ്കര ഗ്ലാമർ റോളാന്ന് പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കും ചേട്ടനും എനിക്ക് പടം തരാത്തത്. ചേട്ടന്റെ പടത്തിൽ മോസ്റ്റ്ലി എല്ലാം അങ്ങനെയാണ്. എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതാണ് പറയാം, എന്ത് ക്യാരക്ടർ ഉണ്ടെങ്കിലും എനിക്ക് ഐ നീഡ് ദാറ്റ് കോൺഫിഡൻസ്. എനിക്ക് കൺവിൻസിങ് അല്ലെങ്കിൽ ഞാൻ പറയും നമ്മൾക്ക് കൺവിൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യുക. സോ ഒരു ഡയലോഗ് പറയാൻ പോലും പറയും മാമിന്റെ കംഫർട്ടിൽ പറയൂ. ഇപ്പോഴൊക്കെ അങ്ങനെയാണല്ലോ, മാമിന്റെ കംഫർട്ടിൽ പറയൂ എന്ന് പറയും. മാമിന്റെ കംഫർട്ടിലാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇങ്ങനത്തെ ഈ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കട്ടി വാക്കുകളൊക്കെ നമ്മൾ ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ലല്ലോ. ഒരു കാഷ്വൽ ആയിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ പറയുന്നത് അപ്പോഴേ ആ എക്സ്പ്രഷനും വരുള്ളൂ. നമ്മൾ അല്ലെങ്കിൽ ആ വാക്ക് ഓർക്കും, ഓർത്തിരിക്കണം, അത് മറന്നും പോകും ചിലപ്പോൾ. സോ ഇറ്റ് വോണ്ട് വർക്ക്.